അപ്പോൾ 300-ന്റെ ഈ നിറവിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കുറച്ചും കൂടി പാട്ടും ഡാൻസും എല്ലാം ഇന്നത്തെ ഒരു എപ്പിസോഡിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ 2 പ്രിയ കലാകാരികളെ ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം കൃഷ്ണപ്രഭ ആൻഡ് പാരീസ് ലക്ഷ്മി. സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മള് അതായത് 3 സ്ത്രീകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ വനിതകളുടെ ഷോ അങ്ങ് വിജയിപ്പിക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ വന്നിരിക്കുന്നത് 300-ാമത്തെ എപ്പിസോഡ്. 300 കലാകാരികളെ നമ്മളിതാ ഇപ്പൊ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും ഒരുപാട് കലാകാരികളെ അങ്ങ് പാരീസിൽ നിന്നൊക്കെ കൊണ്ടുപോവാ. ഒരുപാട് കലാകാരികൾ നമുക്ക് ആവശ്യമുണ്ട്. ഒപ്പിക്കാം. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇരുന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. റെഡി? റെഡി. അപ്പോൾ കൃഷ്ണ ലക്ഷ്മി, നമുക്ക് ആദ്യം അതായത് കൃഷ്ണയുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. അതായത് മമ്മൂക്കയുടെ ശിഷ്യയാണ് കൃഷ്ണ ഡാൻസിൽ. മമ്മൂക്ക എന്നിട്ട് ഡാൻസ് ക്ലാസ് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നതിന്റെ ഒരു കഥയൊക്കെ ഉണ്ട്. ഈ മമ്മൂക്കയുടെ ശിക്ഷണം സ്വീകരിച്ചിട്ട് എന്തായിരുന്നു അതിന്റെ ഒരു ആവേശം? ഒന്ന് കേൾക്കട്ടെ. വളരെ നല്ല ഗുരുവാണ്. അതെ. അതെന്താ സംഭവം എന്ന് വെച്ചാല് അറിയാം, മിക്കവർക്കും അറിയാൻ തോന്നുന്നു. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജൈനിക സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട്. ശ്വാസിയൊക്കെ എപ്പോഴും അവിടെ റിഹേഴ്സലിനും ലക്ഷ്മിയൊക്കെ അവിടുത്തെ സ്ഥിരം സന്ദർശകയാണ്. അപ്പം മമ്മൂക്കയായിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് മമ്മൂക്ക ഞാൻ ആദ്യം മെസ്സേജ് ചെയ്യാണ് ചെയ്തത്. ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണൊക്കെ, എനിക്കിങ്ങനെ തന്നെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്ന്. വന്നു കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഒബ്വിയസ്ലി നമ്മളെല്ലാവരും വളരെ ടെൻസ്ഡ് ആയിരിക്കും. പിന്നെ വളരെ കൂളായിട്ട് നിന്ന് ഫ്ലോർ എല്ലാം നോക്കി, വാ കൊള്ളാലോ, അടിപൊളിയാണ്. അപ്പോൾ ഇക്ക സംസാരിക്കാൻ വേണ്ടിയിട്ട് മൈക്ക് എടുത്തപ്പോൾ പറഞ്ഞു, ഞാനൊരു ഗംഭീര ഡാൻസർ ആയത് കാരണം ലോകം മൊത്തം ഡാൻസ് ക്ലാസ് ഉണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് എല്ലായിടത്തും നോക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പനമ്പള്ളി നേറിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതും. അപ്പോൾ അതിന് പറ്റിയ അനുയോജ്യമായ എൻ്റെ ഒരു ശിഷ്യ കൃഷ്ണയാണ്. അപ്പൊ അങ്ങനെ ഞാൻ കൃഷ്ണപ്രഭയ്ക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉത്തരവാദിത്തം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് മമ്മൂക്ക മധുരരാജയുടെ ലുക്കിലൊക്കെ വന്നിട്ടാണ് അതൊക്കെ പറഞ്ഞത്. അതെ അതെ, ഓപ്പറേറ്റർ കൃഷ്ണപ്രഭയ്ക്ക് ഞാൻ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. പക്ഷെ ആ ഒരു അനുഗ്രഹത്തിന്റെ ഇപ്പൊ നമ്മള് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അതെ. അപ്പോ അപ്പോൾ കൃഷ്ണ ഒരു ഡാൻസർ മാത്രമല്ല, നല്ലൊരു ഗായികയാണെന്നും കൂടി നമുക്കറിയാം. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ 300-ന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പാട്ട്, സംഗീതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോഗ്രാമിന്റെ ഐശ്വര്യത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പൊ കൃഷ്ണയുടെ ഒരു പാട്ട് പാടാം അല്ലേ? ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ, വാഴ്വിൽ കനലാലും പോലെ ഉരുകുന്നൊരു മോഹം നീ, നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിഴലാകാം മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. സ്വപ്നം നീ സ്വന്തം നീ, സ്വർഗം നീ സർവം നീ. അടിപൊളി, സൂപ്പർ. ലക്ഷ്മി, അതായത് ലക്ഷ്മിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ലക്ഷ്മിയുടെ ഓരോ ഡാൻസും വീഡിയോ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, അതായത് ഇങ്ങനെ പാരീസിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നതിന് ശേഷം പിന്നെ ലക്ഷ്മിയുടെ പാരീസിലുള്ളൊരു ഫോട്ടോ പോലും പിന്നെ കണ്ടിട്ടില്ല. പാരീസിൽ നിന്ന് എന്ത് ഭൂകമ്പം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നാട് കടത്തി അവരിങ്ങോട്ട്. നമ്മുടെ ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളെങ്ങനെയെങ്കിലും വേൾഡ് ടൂർ ഒക്കെ വരുമ്പോ ഹായ് പാരീസ്, ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടുന്ന് ഒരാള് അവിടുന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് കുട്ടിയുടെ പ്രശ്നം? പാരീസിൽ നിന്ന് എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഒരു പ്രശ്നമില്ല, നല്ല സ്ഥലം തന്നെയാണ്. നല്ല സ്ഥലം തന്നെയാണ്. അവിടെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ അവിടെ? ഇല്ല. പക്ഷെ എന്റെ പാരന്റ്സ് അങ്ങനെ ഭയങ്കര ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പാരീസ് ലക്ഷ്മി ഇപ്പോ നല്ല ഗമയില് പാരീസ് ലക്ഷ്മി എന്നൊക്കെ പേരിട്ടു. ഞാൻ ആലോചിക്കുമായിരുന്നു,
ഈ കുട്ടി വല്ല ഫുക്കറ്റ് നിന്നാണ് വന്നിരുന്നെങ്കിൽ ഫുക്കറ്റ് ലക്ഷ്മി. ഫുക്കറ്റ് ലക്ഷ്മി അല്ലെങ്കിൽ എന്താ പറയാ വേറെ പല ഇസ്താൻബുൾ ലക്ഷ്മി എന്നൊക്കെ ഇടുമായിരുന്നു. ഇതാരാണ് ഈ പാരീസ് ലക്ഷ്മി ചൂസ് ചെയ്തത്? അത് അങ്ങനെ ആക്ച്വലി ഞാനല്ല അത് സെലക്ട് ചെയ്തത്. എൻ്റെ ബ്രദർ മൃദംഗം പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ ഗുരു ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു ദിവസം, സാർ അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ലക്ഷ്മിയാണ് പറയാറ്. എൻ്റെ നെയിം ലക്ഷ്മിയാണ്, അപ്പം ലക്ഷ്മിയാണ് പറയാറുള്ളൂ. അപ്പോൾ പക്ഷെ സാർ പറഞ്ഞു ലക്ഷ്മിമാർ ഒരു അതുണ്ടല്ലോ, അത് ഭയങ്കര കോമൺ ആണ്. അപ്പം അങ്ങനെ ലക്ഷ്മി സ്റ്റേജ് നെയിം ആകുമ്പോൾ അത്ര ഒരു ഗുമ്മില്ല. അപ്പോൾ അത് നമുക്ക് ഓക്കെ. എൻ്റെ നെയിം തിരുവാറൂർ ഭക്തവത്സലം, അതാണ് സാറിന്റെ നെയിം. അപ്പൊ സാർ പറഞ്ഞു ഓക്കെ തിരുവാറൂർ എന്റെ സ്ഥലമാണ്, അപ്പൊ ലക്ഷ്മി എന്റെ സ്ഥലം പാരീസ് അല്ലേ, അപ്പൊ പാരീസ് ലക്ഷ്മി ആക്കിയാലോ. അങ്ങനെയാണ് വന്നത്. പിന്നെ സാർ അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പേര് കൊടുത്തു. പിന്നെ ഞാൻ I had to accept it. ഓക്കെ. അപ്പോ ഇനി നമുക്ക് കൃഷ്ണപ്രഭയുടെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാണ്. അതായത് നാട്ടിലുള്ളവരെല്ലാവരും പറയുന്നു കൃഷ്ണപ്രഭ എന്ന അഭിനേത്രിക്ക് മലയാള സിനിമയിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അവര് കൃഷ്ണപ്രഭയുടെ കഴിവിനെ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്താണ് മറുപടി പറയാനുള്ളത്? ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കും തോന്നാറുണ്ട്. കാരണം ചിലപ്പോൾ കുറച്ചുകൂടി നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നന്നായിരുന്നു എന്ന് നമ്മൾ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇങ്ങനെയാണ്, സിനിമയിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അത് ഞാനൊരു പ്യുവർ ഡാൻസറായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ടീമുകളിലെല്ലാം വർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ. പിന്നെ എൻ്റെ ഒരു കരിയർ ഗ്രാഫിൽ ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇതുവരെ ആയിട്ടുള്ളതും. ഇനിയും അതുപോലെ തന്നെ നമ്മൾ പയ്യെ പയ്യെ തിന്ന് പനയും തിന്നാമെന്നുള്ള ആ പനയുടെ അടുത്ത് എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ വിഷമിക്കുന്നവരോട് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു ഉത്തരം എന്താ വെച്ചാൽ ഞാനായിട്ട് എന്തായാലും ഈ ഫീൽഡിൽ നിന്ന് പോകില്ല. കാരണം അത് ഞാനായിട്ട് തന്നെ ചൂസ് ചെയ്തതാണ്. എനിക്ക് ഈ ജോലി അറിയുള്ളൂ താനും. കാരണം ഡാൻസും പാട്ടും അഭിനയം മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഹാപ്പിയാണ്. ഡെഫിനറ്റ്ലി ഞാൻ നല്ല ഹാപ്പിയാണ്. ആൻഡ് ലക്ഷ്മി, അതായത് കേരളത്തിനെ കുറിച്ച് ഒരുപാട് ലക്ഷ്മി പല ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. കേരളം ഭയങ്കര ഇഷ്ടമാണ്, കേരളത്തിൻ്റെ ഒരു കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ലക്ഷ്മിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമല്ലാത്തൊരു കാര്യം കേരളത്തിനെ കുറിച്ച് പറയാൻ എന്ത് പറയും? അങ്ങനെ അത്ര തീരെ ഇഷ്ടമല്ല, അങ്ങനെ ഒരു കാര്യമില്ല തോന്നുന്നു. എല്ലാം കേരളം അങ്ങനല്ല. ബട്ട് ചില ഡിഫറൻസസ് ഉണ്ട്. അതെനിക്കറിയാം അങ്ങനെയാണ്. പക്ഷെ ചില സമയത്തിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് ചിലപ്പം പരിചയമില്ലാത്ത ആൾക്കാരിങ്ങനെ പെട്ടെന്ന്, പിന്നെ അത് സെലിബ്രിറ്റി അത് കാരണം അതുമുണ്ട്. ബട്ട് ഇവൻ അതിന് മുമ്പ് ലൈക്ക് മൂവീസൊക്കെ ആയിരുന്നതിന് മുമ്പ് അത് അങ്ങനെ ഉണ്ട്. ലൈക്ക് മലയാളിക്ക് പെട്ടെന്ന് ഇങ്ങനെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് മറ്റുള്ളവരുടെ വിശേഷം ഒരു പ്രത്യേക താല്പര്യമാണ്. അത് ഈ കുട്ടിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ മലയാളികൾ അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് അറിയാൻ ഒരു പ്രത്യേക ആഗ്രഹം. അതെ അത് എല്ലാവർക്കും അറിയാലോ. വെരി ഒരു മലയാളി ട്രീറ്റ് ആണ്. പക്ഷെ അത് ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. ഡിഫറെന്റ് ആണ്. അതെ. ഈ അതായത് ഫ്രാൻസിലെ എന്തെങ്കിലും ഒരു ഫ്രാൻസിൽ നിങ്ങൾ സംസാരിക്കുമ്പോ എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ മലയാളികളോട് പറയാൻ പറ്റുമോ ആ ഒരു ലാംഗ്വേജില്? 300ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഫ്രഞ്ചിൽ എങ്ങനെ പറയും? ഓക്കെ എന്റെ ബ്രെയിൻ ഒന്ന് മാറ്റിട്ട്. അങ്ങനല്ല, ഇവിടെ സ്വിച്ച് ചെയ്ത ഫ്രഞ്ച്, ഇവിടെ മലയാളം, ഇവിടെ ഇംഗ്ലീഷ്. അതാണ് സത്യം. അല്ല, എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഫ്രഞ്ച് സംസാരിക്കുമ്പോ വാക്കുകൾ പറഞ്ഞില്ല. അതായത് റേർലി സംസാരിക്കാറുള്ളൂ ഇപ്പോ. അത് ഓക്കെ. അപ്പൊ 300th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. Bonsoir, nous sommes au 300e épisode de Red Carpet. Bonsoir à tous. എല്ലാം മനസ്സിലായി. ശരിയാണോ തെറ്റാണോ അറിയാത്ത കാരണം രക്ഷപ്പെട്ടിരിക്കുന്നു. ബോസ് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് 300 എന്നെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. 300e. 300 ആണ്. 300. എന്താണ്? വെരി ഗുഡ്. പക്ഷേ കൊള്ളാം. എന്തായാലും നമുക്ക് അതായത് ഒരു മ്യൂസിക് നമ്മളിവിടെ ഇടാം. അപ്പം ലക്ഷ്മി നവരസങ്ങൾ കാണിക്കണം.
ആണോ? ആ സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ. ഓക്കെ. സോ മ്യൂസിക്. ചിലത് നമ്മൾ ചെയ്തില്ല. ഏതാ ചെയ്ത? അത്ഭുതം ചെയ്തില്ല. അത് കുഴപ്പമില്ല, അത്ഭുതം നമുക്ക് ഇല്ല. ഇന്നത്തെ ദിവസം അത്ഭുതം ഇല്ല, എല്ലാം കണ്ട് അപ്പൊ നമ്മൾ 300ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷനിൽ നിൽക്കും. നമുക്ക് മധുരം എന്താ പറയുന്നത്, മധുരം കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടേ കൂടെ സെലിബ്രേറ്റ് ചെയ്ത്, അതാണല്ലോ അതിന്റെ ഒരു ഐശ്വര്യം. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റ് ടീം ഒരു കേക്ക് ഒക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സോ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഇന്നത്തെ 300th എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് 300th എപ്പിസോഡ് സൂപ്പർബ് ആക്കാനായിട്ട്. അപ്പൊ അവരെയും നമുക്ക് വെൽക്കം ചെയ്യാം. ഓക്കെ. 300th എപ്പിസോഡ് സെലിബ്രേഷന്റെ ഈ ഒരു നിറവിൽ നിൽക്കുമ്പോൾ ദാ മനോഹരമായിട്ടുള്ള കേക്ക് വന്നിരിക്കുകയാണ്. കേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം കേക്ക് കട്ട് ചെയ്ത് നമ്മൾ സന്തോഷം പങ്കിടാന്ന് തന്നെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്ന ഒരു നിമിഷമാണ്. നമ്മുടെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എൻറ്റയർ റെഡ് കാർപ്പറ്റ് ടീമിന്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ഷോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വലിയൊരു പങ്ക് അത് അവരുടെ ഒരു സപ്പോർട്ടും സ്നേഹമാണ്. ആൻഡ് ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാ വനിതാ കലാകാരികൾക്കും 1000 നന്ദി. ആൻഡ് നമ്മുടെ എൻറ്റയർ ടീമിനും എല്ലാവർക്കും, ക്യാമറ, നമ്മുടെ ഷോ ഡയറക്ടർ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും എൻ്റെ ഭാഗത്ത് നിന്ന് പ്രേക്ഷകരോട് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ?